6 വകുപ്പുകളായിട്ട് നമ്മൾ പ്രോസിക്യൂഷൻ കോടതി മുമ്പാകെ സമർപ്പിച്ച കുറ്റപത്രത്തിൽ നിന്ന് 6 വകുപ്പുകളിൽ പ്രതി കുറ്റക്കാരനെ കണ്ടെത്തിയിരിക്കുകയാണ്. അതിൽ 376 IPC പ്രകാരമുള്ള പ്രതി കുറ്റക്കാരനെ കണ്ടെത്തിയതിൽ 10 വർഷവും 1 ലക്ഷം രൂപയും ശിക്ഷ നൽകിയുണ്ടായി. കൂടാതെ SC/ST ആക്ട് 3(2)B പ്രകാരം ലൈഫ് ഇംപ്രിസ്മെൻ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് വളരെ കോവിഡ് സമയത്തുള്ള കോവിഡിൻ്റെ തീവ്രമായ സമയത്തായിരുന്നു ഇത് കേസ് ഉണ്ടായത്. ഇൻവെസ്റ്റിഗേഷൻ അന്ന് വളരെ പാടായിരുന്നു. കുട്ടിയുടെ മൊഴിയെടുക്കുക, അതുപോലെ സാക്ഷികളെല്ലാം തന്നെ ക്വാറന്റൈൻ പോയി, ഡോക്ടർമാരെല്ലാം ക്വാറന്റൈൻ പോയി. അങ്ങനെ വളരെ സങ്കീർണമായ സമയത്തായിരുന്നു ഇതിൻ്റെ അന്വേഷണം ഏറ്റെടുക്കേണ്ടി വന്നത്. കേരളം കോവിഡിനെതിരായ വലിയ പോരാട്ടം രാജ്യമൊന്നാകെ നയിക്കുന്നതിനിടയിലാണ് നമ്മുടെ സംവിധാനത്തിൽ ഒരു വലിയ നാണക്കേട് ഉണ്ടാക്കുന്ന തരത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. പക്ഷേ ഈ കേസിന്റെ പ്രൊസീഡിങ്സ് ഈ വിചാരണ ഘട്ടത്തിൽ വളരെ സവിശേഷമായ ഒരു പ്രാധാന്യമുണ്ട്. രാജ്യത്ത് ആദ്യമായി ഇത്തരത്തിലൊരു വിചാരണ പൂർണ്ണമായിട്ടും വീഡിയോ റെക്കോർഡ് ചെയ്ത് അങ്ങനെ റെക്കോർഡ് ചെയ്ത ഒരു കേസാണ്. അങ്ങനെ വിചാരണ നടത്തിയ ഒരു കേസാണ്.